നമ്മുടെ ഇൻഡസ്ട്രിയിലെ ബിഗ് ബഡ്ജറ്റിൽ ഒരുപാട് പടങ്ങൾ ഇറങ്ങാണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യാസമായിട്ട് വെറും 7,000 രൂപയ്ക്ക് ഒരു പടം ഇറക്കാനൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അങ്ങനെ ഒരു പടം ഇറക്കിയ ഒരു ഡയറക്ടറാണ്. അത് കൂടാണ്ട് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ സന്തോഷേട്ടനും ഉണ്ട്, ഈ അപ്കമിങ് ആക്ടറായ ശ്രീജിത്തും ഉണ്ട്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷേട്ടൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, ആറാട്ടൻ. ആ ശരിയാ, ഞാൻ ആ സന്തോഷേട്ടൻ റെസ്പെക്റ്റും കൂടെ കൊടുത്തിട്ട് വിളിച്ചതാണ് ആറാട്ടൻ. അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുന്ന സന്തോഷേട്ടൻ തന്നെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയായിട്ട് ഞാൻ ഫിലിം ഒരു ചെറിയൊരു CID മോസ്റ്റിയുടെ ഫൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്റെ പരിചയപ്പെട്ടത്. പുള്ളി ഒരു സിനിമ ഡയറക്ടർ ഉണ്ട്, കാടെന്ന് പറഞ്ഞു. അതിന്റെ വിശേഷം പിന്നെ ഷാത്താൻ ഡയറക്ടർ ഉണ്ട്. അതിന്റെ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായി. അപ്പൊ കാടലിന്റെ 7 ദിവസം കൊണ്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യണം. 7,000 രൂപയായിരുന്നു. ആന്റി പെരുമ്പാർ ഉൾപ്പെടെ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് മിനിമം ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. ഭയങ്കര പ്ലാനിങ് ഉള്ള ആളാണ്. ബേസിക്കലി പുള്ളി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. 1-ാം തീയതി പോവാണ്, ഗൾഫിൽ പോവാണ്. പുള്ളിക്ക് സ്ക്രിപ്റ്റ് ഒന്നും പുള്ളിക്ക് വേണ്ട, മനസ്സിലാണ്. ഭയങ്കര ഫോട്ടോസ്റ്റാറ്റിക് മെമ്മറിയാണ്. സിനിമ ഡയറക്ടർ മാത്രമല്ല, ഒരു അത്ഭുത പ്രതിഭയാണ്, ഒരു ജീനിയസ് ആണ് പുള്ളി. സന്തോഷേട്ടൻ തന്നെ ഭയങ്കര ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ അറിയണത്, അത്ഭുത പ്രതിഭയാണ്. അങ്ങനെയാണ് ഒരു കാര്യം ഒരു വേണം കണ്ടാൽ മനസ്സിലാവും. അതെ, അത്രയും ഭയങ്കര മെമ്മറി പവർ ആണെന്നാണ് പറയുന്നത്. ഫോട്ടോസ്റ്റാറ്റിക് മെമ്മറി, ഗ്രാസ്പിംഗ് ഉണ്ട്, മെമ്മറി ഉണ്ട്. ഒരിക്കൽ കണ്ട മനസ്സിൽ പറയും. ഒരു ബുക്ക് പുള്ളി IIT കോച്ചിങ് നടത്തിയ ആളാണ്. കോച്ചിങ് നടത്തിയ. അപ്പൊ ഈ IIT കോച്ച് ഇലക്ട്രിക് എഞ്ചിനീയർ അല്ലേ? സിനിമയുടെ എല്ലാ കാര്യവും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരു ബാലേന്ദ്ര മേനോനാണ് എല്ലാ കാര്യം പുള്ളി ചെയ്യണം. ഈ എഞ്ചിനീയർ IIT കോച്ച് എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്നത്? സിനിമയിലോട്ട് ഞാൻ പണ്ടോട്ട് ഈ കലാപരമായ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഫാനാണ്, കണ്ടിട്ടൊക്കെ ഉണ്ട്. സിനിമയിലേക്ക് പണ്ടോട്ട് ഈ കലാപരമായ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഇത് പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് എന്റെ നാട്ടിലൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഷാഡോ കേസ് എന്ന് പറഞ്ഞ്. ആ ട്രൂപ്പ് ഞാനാ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. വന്ന ആ ട്രൂപ്പിൽ 15 പിള്ളേരുണ്ടായിരുന്നു. നമ്മൾ ഓരോ അമ്പലങ്ങളിൽ പോയി സ്കിറ്റ് ചെയ്യുക, കോമഡി സ്കിറ്റ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, മാജിക് കാണിക്കുക, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ ആ പിള്ളേരൊക്കെ വേറെ വഴിക്ക് പോയി. എനിക്ക് കോർഡിനേഷൻ അന്നോട്ട് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യണ ആ സമയത്ത് തൊട്ട്. അങ്ങനെ വന്നു ഞാൻ ആ കോർഡിനേഷൻ ആ ഒരു ഇത് ഞാൻ പിന്നീട് കൂട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പിന്നെ +1 +2 കാലഘട്ടത്തിൽ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ കളിക്കാൻ പോകുന്നതിന് വരെ ഞാനിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചുമ്മാ വീഡിയോ. അങ്ങനെ എഡിറ്റിങ് പഠിച്ചു. അത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത്ര എത്താൻ കാരണം സപ്പോർട്ടാണ്. ഞാൻ വിളിച്ച ഏത് ചേട്ടനും ലീവ് എടുത്തിട്ട് അഭിനയിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഹൈലൈറ്റ്. ബഡ്ജറ്റ് അല്ല ശരിക്കും. എൻ്റെ ഇപ്പൊ ഞാൻ ചെയ്ത വർക്കുകളിൽ നാടകത്തിൽ അഭിനയിക്കുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ സിനിമയിൽ അഭിനയിച്ചവരുണ്ട്. ലൂസിഫർ പുലിപുരന്റെ ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, കാടനിലെ മെയിൻ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു കഥ പറഞ്ഞ ആളായിട്ട് രാജീവ് എന്നാണ് ആക്കടെ പേര്, കോട്ടയംകാരാണ്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടാണ് കൂടുതൽ. സപ്പോർട്ടിലാണ് ഞാൻ ഇത്ര എത്തിയത്. അല്ലാണ്ട് നമ്മുടെ ഇതൊന്നുമില്ല. അവർ പറഞ്ഞ കറക്റ്റ് ടൈമിൽ അവർ വരും. അതെന്താണെന്നറിയില്ല, അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കറക്റ്റ് ഷാർപ്പ് ടൈമിൽ അവരൊന്ന് അഭിനയിക്കും. അങ്ങനെയൊക്കെയാണ്. എന്നാലും ഒരു മൂവി ഒക്കെ എടുക്കുമ്പോ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോ ഒരു ദിവസം കൂടിപ്പോയാലും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ 7,000 രൂപത്തിന് ആ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു മൂവി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത്? 7,000 രൂപ പ്ലാനിങ് ആണ്. ഈ ചേട്ടൻ പറഞ്ഞ നല്ലോണം പ്ലാൻ ചെയ്യും. മലയാളത്തിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും പഠിക്കേണ്ട കാര്യമാണ്. 7 ദിവസം കൊണ്ട് 7,000 രൂപയ്ക്ക് 55 മിനിറ്റ് വരുന്ന ഞാൻ മുഴുവൻ കണ്ടുവന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. ചേട്ടൻ ഞാൻ ജസ്റ്റ് വർക്ക് ഫുള്ള് കാണിച്ചു കൊടുത്തു. 4K തന്നെ ചെയ്ത വർക്കാണ്. പിന്നെ എഡിറ്റിങ് മിക്സിങ് ക്യാമറ എല്ലാം ഞാൻ തന്നെ ചെയ്തേക്കണം. അതിൽ ലീഡിങ് ആയിട്ടുള്ള ഒരു റോള് ഞാൻ അഭിനയിച്ചതാണ്. ആക്ഷൻ സീക്വൻസ് ഉണ്ട്, കൊറിയോഗ്രാഫി ഞാനാണ്. അതിലൊരു ട്രൈബൽ സോങ് ഉണ്ട്, നാടുവാഴു എന്ന് പറഞ്ഞ. അത് ഞാൻ തന്നെ വരികയാണ്. മ്യൂസിക് ഞാൻ ചെയ്തിട്ടില്ല. മ്യൂസിക്കിന്റെ ശരിക്കും അറിയാവുന്ന ഒരു AK പ്രസാദ് എന്നൊരു ചേട്ടനാണ് ചെയ്തതാണ്. ബാക്കി അത്യാവശ്യം കൈകാര്യം ചെയ്യണം ഞാനത്. നമുക്കറിയാം എഡിറ്റിംഗ് തന്നെ അത്യാവശ്യം പൈസയാണ് ഒരു പരിപാടിയാണ്. അതുപോലെ 1 ഡേ ക്യാമറ ചെയ്യാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ പരിപാടി. ഷൂട്ട് ചെയ്ത മുഴുവൻ കുറച്ചൊക്കെ ഫോറസ്റ്റ് ഏരിയയിൽ. പിന്നെ ഒരു സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അതായത് ഈ ആദിവാസികളുടെ ഒരു കുറച്ച് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ വിഗ്രഹം, കുടില്, കാര്യങ്ങളൊക്കെ. അതൊക്കെ എൻ്റെ വീടിന്റെ പുറയിലാണ് ചെയ്തേക്കുന്നത്. എൻ്റെ വീടിന്റെ പുറയിൽ ജസ്റ്റ് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ കുറെ മരങ്ങളൊക്കെ നിൽക്കണ കാരണം നമ്മള് ക്ലീൻ ചെയ്തിട്ട് അതൊരു സെറ്റൊക്കെ ഇട്ട് നല്ലവണ്ണം വിഗ്രഹമൊക്കെ വലുതൊക്കെ ഉണ്ടാക്കി ട്രൈബൽ. പിന്നെ രാത്രി തീയൊക്കെ കത്തിച്ചു വെച്ചിട്ട് നാട്ടുകൂട്ടം, അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഞങ്ങൾ ചെയ്തത്. അങ്ങനെയൊക്കെ വർക്ക് ചെയ്തു.